എന്തല്ലേനു അളിയൻ്റെ വീട്ടിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണം ഇപ്പം തന്നെ നടന്നു. ബ്രിഗേഷേ, ഇനി ചോദിക്കുമ്പോഴത്തേന് എൻ്റെ കോന്തലൊക്കെ ഇട്ടെടുക്കുന്ന സാധനമല്ല ഇത്. കാണുന്നവർക്ക് ഇന്നെ പിടിക്കണ്ടേ? ഒരു കാര്യമില്ലാത്ത ബ്രാക്കൂട്ട ഊര് തണ്ടി വന്നാ എഴുന്നടാ. എന്തിനാ ഇത്ര ബോഡി ബിൽഡപ്പ്? സകലമാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വരുന്നത്. കൂടോത്രൊന്നും നടപടിയാവൂലേ മോനെ? എന്താളിയാ, കൂടോത്രല്ല, കൊടക് ഹുടുക്കി. കൊട കുടുങ്ങിയ കൊടക് ഹുടുക്കി എന്ന് പറഞ്ഞാൽ കൊടകിലെ സുന്ദരിയായ പെൺകുട്ടി, കൊടകിലെ അതിസുന്ദരികളായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള സുവർണാവസരം. 17, 18, 19, ഏറിപ്പോയ 20 വയസ്സ് പ്രായം. ഓടോ എടാ വെറുതെ പറയുന്നല്ല, ഞാൻ കാഞ്ഞങ്ങാട് ബ്രേഷ്യർ കൊടുക്കുന്ന ഷോപ്പിലെ 3 സെയിൽസ്മാൻമാരെ കല്യാണം കഴിഞ്ഞ്, അത് ഇവനേക്കാളും ക്ഷീണം. അതിലൊരുത്തൻ്റെ കല്യാണത്തിന് ഞാൻ ഇന്നലെ പോയിക്ക്. വയസ്സ് 41 വയസ്സ് വരന്, വധു വെറും 19. ഞാള് വിചാരിച്ചാല് ഇന്നലെ കല്യാണം കഴിഞ്ഞവനെ വിളിച്ച ബ്രോക്കർ നമ്പറെല്ലാം കിട്ടും. വേണ വേണം എന്താ പേര് ഒപ്പിച്ചേ? എന്നാ സാധനക്ക് നടക്കട്ടെ, ഞാൻ ഒരിക്കലും നടക്കട്ടെ. വികാഷേ, സ്വന്തം നാടിനും വീടിനും വേണ്ടാത്ത നിന്നെ ഇന്ന് മുതൽ കൊടകിന് വേണം. നീ ഇന്ന് മുതൽ കൊടക പ്രകേഷ്. വെല്ലാണ്ട് വിടല്ലേ, വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഞാൻ ചോറിന് കൊടുക്കും. എടാ ബ്രിഗേഷേ, കൊടങ്ങ് ചാലു വായിക്കേ. 1 ലക്ഷം റുപ്യ ഏജൻസി ചാർജ് കെട്ടണം. എന്നാ ഞാൻ ഓഫർ പറഞ്ഞു കൊടുക്കണോ? ഓഫറോ? ആ എടാ പെണ്ണിന് 1.5 ലക്ഷം റുപ്യ, അച്ഛന് 50,000, അമ്മക്ക് 30,000, പിന്നെ അനിയന് ജോലി ഉണ്ടെങ്കിൽ 30, ഇല്ല 20 കൊടുക്കേണ്ടി വരും. എനിക്ക് അവിടെ പോയി പാർക്കണമെങ്കിലേ ഒരു മുറിയും എടുത്ത് കൊടുക്കണേ. ചിലപ്പോ കക്കൂസും കെട്ടി കൊടുക്കേണ്ടി വരും. എന്താക്കണം, ഒക്കെ കൂടെ ഒരു 3-3.5 ലക്ഷം റുപ്യ ആവും. വേണോ? എനിക്ക് ലാസ്റ്റ് ചാൻസ് ആയത് കേട്ടിക്കാ. സമ്മതാണെങ്കിൽ പറ, നമുക്ക് ഞായറാഴ്ച പോവാ. എന്താ പണിക്കിഞ്ഞ് ഡെയിലി പോകേണ്ടി വരുവാ. പോയാ ഓന് നന്ന്. ഇനി എന്താണ് ആലോചിച്ച് കൂട്ടുന്നത്? പറഞ്ഞൂടെ? സമ്മതം. ആ എന്നാ പിന്നെ പോവാ അല്ലേ? ബರ್ತೇನೆ ಬರ್ತೇನೆ. എല്ലാരും ഇവിടുന്ന് ഫ്രഷ് ആയിക്കോ. നമുക്ക് നാസ്ത കളിച്ച് 14 കിലോമീറ്റർ ഉള്ള പോണം. ഇനി പോണോ അവിടെ? ബരി ബരി ബണ്ണി ബാ ബണ്ണി ബണ്ണി. അവിടുന്ന് ഒരു മുരട വാങ്ങി. എന്താ മുരട മൊന്ത അവിടെ ഒരു മുരട കൊടുക്കേ. അണ്ണാ ഏ മുരടക്ക് എന്നാ വില? എന്നാ അളിയാ, എന്നാ മൊന്ത എടുത്തേക്കടാ വാക്കൂടാ. വാടാ, വിശാലായിട്ട് പറമ്പ് പോയിക്കാം നമുക്ക്. അല്ല ഇവിടെ ഇപ്പൊ കക്കൂസില്ല. എടാ പൊട്ട, എനിക്കിതൊന്നും അറിയില്ലേ? ഇവിടുത്തെ രീതി ഇങ്ങനെയൊക്കെയാണ്. എടാ പറമ്പിലിരിക്കുന്നൊക്കെ രസല്ലേ? എന്ത് രസോ? ആരെങ്കിലും കണ്ട പെണ്ണിന്റെ വീട്ടില് കക്കൂസ് ഉണ്ടാവൂലേ? പെണ്ണിനതിന് ഇടുന്ന അങ്ങോട്ടല്ലേ കൊണ്ടുവന്ന്. എന്നാലും നമ്മൾ കണ്ടീഷനായിട്ട് പറയണം, ആടെ പറമ്പിലൊന്നും നടക്കൂല എന്ന് കേട്ടുക. എടാ എന്നാൽ ഇത്രയും പൈസയും കൊടുത്തിട്ട് ബ്രിഗേഷേ, എത്ര വലിയ കക്കൂസ് ഉണ്ടായിട്ടോ ഈ പറമ്പ് തൂറ് ശീലിച്ചോളിക്കില്ലേ? ഇതൊന്നും ശരിയാവൂല കേട്ടാ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിന്റെ ഓളും നീയും കൂടി പൈപ്പും ചോട്ടിലാറ്റും വൃത്തിയേടാക്കിയിട്ടുണ്ടല്ല, എന്റെ സ്വഭാവം മാറും. ആടെ നല്ല സ്ഥലം, നമുക്ക് അങ്ങോട്ട് ഇരിക്കവാ. ഞാൻ ആദ്യം പോകും. ഇത് മല്ലപ്പ, അവർക്ക് ഒരു 3000 കൂടി. നമ്മ ഇപ്പൊ കാണാൻ പോണ പെണ്ണില്ല, അവൾ ഇവരുന്നു. എടാ പെണ്ണൊന്നിന് 3000. എൻ്റെ കയ്യിൽ പൈസ കുറയുണ്ടെന്ന് വെച്ചിട്ട് എടുത്ത് വീഴ്ച കേട്ടുക. ചിമ്മപ്പ മല്ലപ്പൊക്കെ കൂടെ ബ്രിഗേഷേ, നീ നാട്ടിൽ പോയി എല്ലാവരും പറയാൻ നിൽക്കണ്ട. നാട്ടിൽ പോയി പറഞ്ഞാലില്ലേ, നാട്ടിലെ സകല കൊണ്ടാപ്പം പെണ്ണും തേടി ഇങ്ങ് പോരും. നാളെ എടുത്ത പെമ്പിള്ളർ പറയും എനിക്ക് ഗവൺമെന്റ് പണിക്കാരെ പാടാന്ന്. അതുകൊണ്ട് ഒന്നും ഉണ്ടാകും കേട്ടാ, എനിക്ക് കൊടുക്കുന്ന ഒരു കല്യാണം കഴിക്കണം. എനിക്കോ? എനക്കതല്ല, ഈ 19-20 എന്ന് പറയുമ്പോൾ തീരെ പ്രായം കുറഞ്ഞു പോയില്ലേന്നാ. എൻ്റെ ഒരു വയസ്സ് വെച്ചിട്ട് കുറച്ചും കൂടി പ്രായം ഉണ്ടായിരുന്നേ നല്ലതിന്നു. എനിക്കിപ്പോൾ വയസ്സ് 10-30. മതി, ഇനി നിർത്തിക്കാളാം. എനിക്ക് 40 ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ല ഇവനിനി ഇപ്പൊ ഇവിടുന്ന് പെണ്ണ് കിട്ടിയാൽ തന്നെ പാശം നിരണ്ടവന്റെ കാര്യം എന്താവും?
അല്ല അത് ബേജാറാണ്ടാളിയാ, കുറച്ച് കാലം ഞാൻ അവരുടെ കൂടെ ഉണ്ടാവുമല്ലോ. ഇത് ഓനും മോളും കിടക്കുന്നിടത്ത് ഈ പോവുക ഭാഷ പഠിപ്പിക്കാൻ. അല്ല എന്നാ നീ അടി വാങ്ങും. അതിന് ഭാഷ ഒരു പ്രശ്നമല്ലല്ലോ. ഇനി ആളെ വിളിച്ചു കുഴപ്പമാക്കല്ലേ. ഇയാളെ കയറ്റാൽ ഈ പുറത്തിറങ്ങിട്ട് ഇയാൾ പോകും. ഇതൊരു നല്ല ശക്തിയുള്ള അമ്പല. ഇവിടുന്ന് പ്രാർത്ഥിച്ച ബ്രിഗേഷ് കല്യാണം കണ്ടിട്ട് നടക്കും. നമസ്കാരം. ബന്നി ബന്നി, ഇവര് കേരളം നിന്ന് വന്നവര്. ഒരു 1100 രൂപ കൂടി. ഇവിടെ തൊട്ടതിന് വിളിച്ച് പൈസ ഉറുപ്പ്യണ്ട. അത് ബ്രിഗേഷ്, നമ്മ ബോണിക്കുപ്പിള പെണ്ണിനെ കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഓഫർ ഉണ്ട്. സോമാർപേട്ടിൽ ഒരു പൊണ്ണുണ്ട്, 100 ഏക്കർ കുരുമുളക് തോട്ടം, 10-60 മാട്. അവർക്ക് കല്യാണം ആകല. നോക്കാമ്മ. ദികേഷ് നോക്കടാ, ഇത് ശരിയായി കൂടെ സെറ്റിൽ ആയിക്കൂടെ? ആ എന്നാ പിന്നെ എൻ്റെ വീട്ടിലെ അളിയനും സെറ്റിലാവാ. സെറ്റിലാകാൻ അളകാപുരി കൊട്ടാറില്ലേ? അല്ല ഞാൻ ആദ്യം പെണ്ണിനെ ഒന്ന് കാണട്ടെ. എൻ്റെ പൊന്നു മൃഗേഷേ. ഏയ് വള്ളപ്പാ, വാ ബന്നി ബന്നി വാ. മണ്ണൂരളിയാ, ഇതെന്നാ വീട്? മോശമില്ലടാ, നല്ല കർഷകരും. ഗൗഡറെ നമസ്കാര. ഇവര് കേരളം നിന്ന് വന്നവരും. ഇതൊക്കെ അല്ലേ ഡബിൾ ഓക്കെ. പിന്നെ മാറ്റി പറഞ്ഞേ. ഇല്ല അത് മതി, വാ. ഇവർ എന്നാ പേര്? കുടുക്കി സെറ്റ് സാധനം. കുടുക്കി കുടുക്കി. ഏ മല്ലേശ്വരി കരിയർ. മല്ലേശ്വരി ഇപ്പൊ കണ്ടില്ല, വേറെയില്ല. ನಮ್ಮೂರ ಮಂದಾರ ಹೂವೇ, ನನ್ನೊಲುಮೆ ಬಾಂಧಳದ ಚೆಲುವೆ, ಬಳಿ ಬಂದು ಬಾಳನ್ನು ಬೆಳಗು, ನನ್ನ ಬರಿದಾದ ಮನದಲ್ಲಿ ಮಿನುಗು, ನಮ್ಮೂರ ಮಂದಾರ ಹೂವೇ. സാർ അവരില്ലേ ഗേൾസ് മാടവർ സാർ, ജോലിക്കാര് സാർ. ചായ കുടിച്ചില്ല ഞാൻ. കൊടകപ്പ അല്ല തിമ്മപ്പ, നിങ്ങൾ കല്യാണം കഴിച്ചിനോ? നന്നായി, ഇത് കറക്റ്റാ. ശരി, വേലക്കാരിയാന്ന് നോക്കാം. നൂറേക്കർ കുരുമുളക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അതെ എളിയാ, ഒന്ന് തിമ്മപ്പാ, ഇതുവരെ കണ്ട പെണ്ണായിരുന്നു. അതവർക്ക് അപ്പൊ ഇനിയുള്ള നന്ദു. മലയെ വാ. ഇത് ചെലവിന് സ്ഥലം വിട്ടു. ഇനി ആളെ പറ്റിക്കാൻ മുട്ടിയെ അടിച്ചോടിച്ചു കളയാം. പറഞ്ഞോളൂ നമുക്ക്. ಮಾತಾಡಬೇಡ, ಹೋಗಿ ಬಾಬಾ നല്ല വീടാണ്, മഴ പെയ്ത ഒരു തുള്ളി പുറത്തു പോലെ. ಆ ಇದು ಹುಡುಗಿ ಮನೆ. നമസ്കാര. ಇದಮ್ಮ, ಇದು ಮಾಮನ್, ಇವರು ಹುಡುಗ. ಇವರು ಎಲ್ಲ ಫ್ರೆಂಡ್ಸ್ಗಳು. ಎಲ್ಲಿ ನಿಮ್ಮ ಮಗಳು? ಕರೀರಿ. ಕಾವೇರಿ. എനക്ക് ഓക്കെ എന്നിട്ടാ. പിന്നെ മന്ദ
ಬಾಪ. ವಿಶೇಷ ചോദിച്ചല്ലേ എന്നറ ചേച്ചി ഇവർക്ക് സംസാരിക്കണം ಇವರು ನಿಮ್ ಜೋದಿಗೆ ಮಾತಾಡ್ಬೇಕು ಆಯ್ತಾ ಆಯ್ತಮ್ಮ ಪಾಪ ചെല്ല് ಬರೋ സംസാരിക്കാം ചെല്ല് ಬನ್ನಿ ഇപ്പൊ ഒരാളിയാ. ನೀವು ಮಾತಾಡಿ ಹೋಗಮ್ಮ. ഹലോ. ಹಲೋ എന്താ പേര്? ആ അമ്മ. ಏಮ್ಮ ನಿಮ್ಮ ಹೆಸರು ಏನಂತ ಕೇಳಿದ್ದ? ಕಾವೇರಿ ആ കാവേരി നല്ല പേര്. ನೀವು ಏನ್ ಕೆಲಸ ಮಾಡ್ತಿದ್ದೀರಾ? ആ, എന്താ? നിന്റെ ജോലി എന്താന്ന്? ആ ഓ പെയിന്റിങ് പെയിന്റിങ്. കോൺട്രാക്ട് പത്താറ് പണിക്കാരുണ്ട്. ആ കാറുണ്ട് അവർക്ക് കാറ്. കാറല്ല ഇതേ മനയിൽ നീന്ത്. അതെ നീ ചോദിക്ക. പേരൊന്ന് ചോദിക്കാലോ. പേരേക്കേ മോളെ പേര്? വയസ്സെത്രയായി? നിൻ വയസ്സ് എത്രൂന്ന്? 19 19. ആണോ? ആ, എനക്ക് വയസ്സ് 29 ആയുള്ളൂ. 29. 29. ಅಮ್ಮ ಎನ್ನೆ ಇಷ್ಟ ಅನ್ನೋನೊಂದು ಚೂ. ಅವನು ನಿಮ್ಗೆ ಇಷ್ಟ ಆಯ್ತಾ ಅಂತ ಕೇಳುತ್ತಾರೆ. അളിയ ഓക്കെ. എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഫിക്സ് ചെയ്തോട്ടെ? ആ അളിയ അളിയ ഫിക്സ് ചെയ്തിക്കില്ലേ? 50,000 കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. ಹಣ ಇಟ್ಕೊಳ್ಳಿ. ಆಯ್ತಮ್ಮ ಆಯ್ತು. ഈശ്വര ഇതെങ്കിലും ഒഴിവാണ്ട് കാത്തോളൂ. ഈശ്വര ആ കുട്ടീൻ്റെ മനസ്സിലാക്കാണ്ട് കാത്തോളൂ. അതെ ഇന്ന് ലേശ കുറി എടുത്തിട്ട് ഞാൻ നോക്കിട്ട് കൊടുത്തോട്ടെ. ഒറ്റ ഒരുവിധം ഒന്ന് ചാലുവാക്കി കൊണ്ടുവരുന്ന. അതെ വേറെ വേറെ ആർക്കും കാണിക്കണ്ടെന്നൊന്ന് പറഞ്ഞു. പൈസ കൊടുത്ത് ബുക്ക് ചെയ്തല്ലേ, വേറെ ആരെ കാണിക്കൂല. അപ്പൊ ശരി 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 വരട്ടെ. നീ ഇങ്ങോട്ട് വാ. ഇപ്പം വിടും ഇവിടുന്ന്. ബൈ. എല്ലാം സെറ്റ്. കേട്ടോ ആടല്ല പൊമ്പിള്ളേരിൽ എങ്ങനെയുണ്ട്? വീഴ്ത്ത പോലത്തെ മനുഷ്യന്മാരനാടി എക്സ്ട്രാ കൊമ്പും നേറ്റൊന്നും ഇല്ല. സുന്ദരി പെണ്ണാണ് പറയുമ്പോ. കല്യാണത്തി ആടെ കക്കൂസ് ഒന്നും ഇല്ല കേട്ടാ. കക്കൂസ് ഇല്ലാണ്ട് എങ്ങനെയാന്ന് അതെല്ലാം ഓർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ വെറുതെ ബേജാറാവണ്ടപ്പാ. ബബിതേ പെണ്ണ് എം എ വരെ പഠിച്ചതാട്ടാ. നമ്മളെ ബ്രിഗേഷു എം എ അല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഇവിടെ 10ാം ക്ലാസ് അടിക്കാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. വീടല്ലേ 10 തോറ്റ് ആടെ എമ്മ പറഞ്ഞിട്ട് അവനൊരു വിലയുണ്ടായിനി. പിന്നെ എനക്കൊരു വില കുറേണ്ടാവട്ട് ഞാനും പറഞ്ഞു അമ്മയെന്ന്. സ്പോട്ടിൽ 2 പഴംപൊരി. ഡബിൾ അമ്മയെന്ന് പറയുന്നു. 4 കിട്ടിയ 16-ാം തീയതി കഴിഞ്ഞ പോലും വരും കേട്ടാ. ഇങ്ങളായിട്ട് എന്നെ കൊളാക്കാൻ നിക്കണ്ട. ആ അച്ഛാ നമുക്ക് അങ്ങ് സെറ്റായി കളി കേട്ടാ. 40-40 വയസ്സായില്ലേ ഓന്. ഇനി ഓനെന്തിനൊരു കല്യാണം, അതും മഞ്ഞനാട്ടിന്ന് ഈ ഇനിയൊന്നും പൊരി കയറ്റാൻ പറ്റൂലപ്പോ. ഏട്ടാ ആ നോക്കാം. നമ്മളെ നാട്ടിലുള്ള പെണ്ണാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ പാർട്ടിക്ക് ഇടപെടേനു. കുടയിൽ എല്ലാ പൊരിയിലും തോക്കുണ്ടെന്ന് അളിയാ മുറി കഴിഞ്ഞിരുന്ന കാര്യം പറയും. നിങ്ങൾ മുറിവഞ്ഞു കൊടുക്കുന്നു. പെയിന്റ് അടി ശരിയാക്കാനുള്ളതാ. ചൊറിഞ്ഞോണ്ട് അളിയ വാ, ഒരുപാട് പൈസ സെറ്റാക്കാനുള്ളതാ. ഇപ്പൊ സുന്ദരനാക്കി തരാട്ടാ. ബബിതേ ദാ ഇത് എനിക്കുള്ളതാ. എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടുവ് വരെ പോണ്ടി വന്നില്ലേ. ഓ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തേലും ഞാൻ കല്യാണം കഴിച്ചു തരുവേനു. വല്ലാണ്ട് അങ്ങ് തടകല്ലേ. ഞാൻ നിങ്ങളെ ആങ്ങളേൻ്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പുളുത്തൂന്നല്ലേ പറഞ്ഞേ? എനക്ക് കുടകുമായി. ഞാനെന്ത് പറഞ്ഞു? സങ്കടം കൊണ്ടാ അമ്മായി. ആ അച്ഛൻ എവിടെയാ? ഞങ്ങളോട് പറഞ്ഞ ಚೆನ್ನಾಗಿದ್ರಾ? കാല് പിടിക്കാൻ ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു. അതെന്തായാലും ഒന്ന് സെറ്റാക്കി തരണം നിങ്ങള്. കഴിച്ച ಬ್ಯಾಕ್ ಸೈಡ್ ಅಲ್ಲಿರೋ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ನಮ್ಮ ಮನೆಯಲ್ಲ ಬಂದವರಾ? ഓനാണ് പോയി കൊടുക്കുന്നത്. ഒരു പൈസ അറേഞ്ച് ചെയ്യാനല്ലേ. ഒരു മിനിറ്റ് ആ റോഡ് കൊണ്ട് കൊണ്ടുണ്ട്. ഓനാ പണീനെ മറിച്ചിട്ട്. എടാ എന്തോ പറയുന്നു. ഹായ് ഹായ് ചെന്നാക്കിട്ടിയാ? എന്റെ കാർ എടുത്തുന്നാ ചോദിക്കുന്നത്. കാർ ഇവനാ. അത് തിമ്മപ്പം മുളവന്റെ ഫോട്ടോ എടുത്തേ കാറിന്റെ മുകളിലെ. ആ ഫോട്ടോ വെച്ചിട്ട് ഒരു കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ടാവുക. ഇവര് മന്ദർ. അതെ 10 പൈസ അവൻ്റെ അടുത്ത് എടുക്കാനില്ല. പറയാൻ്റെ കുറച്ചും കൂടെ എപ്പോഴും പറയണ്ടല്ലേ. പിന്നെ വിളിക്കാം.
കാറെങ്കിൽ കാറ് നടന്നാൽ മതിയായിരുന്നു.